ഹലോ ചെക്ക്. പ്രിയമുള്ള സംഗതി പ്രേമികളെ, തെറ്റിച്ചു, ആദ്യം തന്നെ തെറ്റിച്ചു. അടിക്കുന്നു. പ്രിയമുള്ള സംഗീത പ്രേമികളെ, പെണ്ണും ചെറുക്കനും ഈ ഓഡിറ്റോറിയത്തിൽ എത്തിയാൽ ഉടൻ തന്നെ കോട്ടയം ബീറ്റ്സ് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന കരാട്ടെ ഗാനമേള കരാട്ടെ ഗാനമേള ആരംഭിക്കുന്ന. അയ്യോ, ഇതേ ഫ്ലെക്സ് കെട്ടിയില്ലേ? ഷോ ആണ്ടെ, ഇതെന്താ ഇവന് എഴുതി അടിച്ചു വെച്ചിരിക്കുന്നേ? ഒരു കാര്യം ഏൽപ്പിച്ചാല് വൃത്തിയായിട്ട് ചെയ്യത്തില്ല. എടാ സനീഷേ, നീ എന്നെ ഫ്ലെക്സിൽ അടിച്ചു വെച്ചിരിക്കുന്നേ? എടാ, ഗാനമേള ട്രൂപ്പിന്റെ പേര് കോട്ടയം ബീച്ച് എന്ന് എഴുതാൻ പറഞ്ഞതിന് നീ ബീച്ച് എന്നാണ് എഴുതിയിരിക്കുന്നേ. ഞാൻ കരുതി വല്ല ബീച്ചിലും കൊണ്ടുവയ്ക്കാനായിരിക്കും. അതിന് കോട്ടയത്ത് എവിടെയാടാ ബീച്ച്? എടാ മരങ്ങോടാ, കടലില്ലാത്ത ജില്ലയിൽ എങ്ങനെയാടാ ബീച്ച് വരുന്നേ? ഞാനേ അക്ഷരത്തെറ്റ് വരാതിരിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അട്ടെ, താനാരാ? ഞാനാണ് ഈ കല്യാണത്തിന് ബിരിയാണി കഴിക്കാനും വന്ന പാചകക്കാരൻ ഉപ്പുപിള്ള. ഷെഫ് പിള്ളേന്ന് കേട്ടിട്ടുണ്ട്. ഈ ഉപ്പുപിള്ള എന്നതാ? മറ്റൊന്നുമല്ല, ഞാൻ എന്തുണ്ടാക്കിയാലും ഉപ്പ് കൊടുക്കും. അത് നാട്ടുകാരുടെ പേര് ഉപ്പുപിള്ള. ഇവിടെ അങ്ങ് ഉപ്പ് കൂടിയാലുണ്ടല്ലോ. പേടിക്കണ്ട, അതിനുള്ള വഴിയൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് വഴി? പാചകം ചെയ്യുമ്പോൾ ഉപ്പിടില്ല, വിളമ്പുമ്പോൾ ഉപ്പ് സെപ്പറേറ്റ് കൊടുക്കും. ആട്ടെ, ഇവിടെ ഏത് ബിരിയാണി വെക്കുന്നേ? എന്റെ ബിരിയാണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കഴിച്ചു നോക്കിയിട്ടൊക്കെ പേരിടുന്നത്. അതല്ല, ബിരിയാണി കഴിക്കുമ്പോൾ വല്ല കല്ലോ കട്ടയൊക്കെ കിട്ടിയാ അതാണ് കൽക്കട്ട ബിരിയാണി. അത് കൽക്കട്ട ബിരിയാണി. തണുപ്പോ കുളിരോ ഒക്കെ അനുഭവപ്പെട്ടാൽ അത് കാശ്മീരി ബിരിയാണി. തണുപ്പോ കുളിരോ അനുഭവപ്പെട്ടാൽ അത് കാശ്മീരി ബിരിയാണി. നിങ്ങൾ ആരാ? ഞാനോ? ഞാൻ ചെറുക്കന്റെ അപ്പാപ്പനാ. ബിസ്ക്കറ്റ് ആണോ? ബിസ്ക്കറ്റോ? ചെറുക്കന്റെ അപ്പാപ്പന്നല്ലേ? അപ്പാപ്പന്നല്ല പറഞ്ഞേ, ചെറുക്കന്റെ അപ്പാപ്പനാന്ന്. അതായത് ചെറുക്കന്റെ അപ്പന്റെ അനിയൻ. എനിക്ക് മ്യൂസിക് ഭ്രാന്താ. എന്റെ ട്രൂപ്പിന്റെ ഫസ്റ്റ് പരിപാടിയാണ് നടക്കാൻ പോണത്. എന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി എന്റെ സ്വന്തക്കാരും സുഹൃത്തുക്കളൊക്കെ എത്തും. വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. വേറെ പാട്ടുകാരും ഇല്ലല്ലേ? ഇല്ലെന്നോ? പുറത്തു ഞാൻ ഒരു ഫേമസ് ഫീമെയിൽ സിംഗറെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇപ്പം വരും. അതെ, ഇതെങ്ങോട്ടേ കേറി പോണ? പരിപാടി തുടങ്ങിയില്ല. പരിപാടി തുടങ്ങും വരാം. എനിക്ക് പരിപാടിയുള്ളതാ. സിറ്റ് ഔട്ട് ഓർക്കസ്ട്രയോ? ഏതേലും വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് പാടും. അതാണ് സിറ്റ് ഔട്ട് ഓർക്കസ്ട്ര. ചേട്ടാ പറഞ്ഞു വിടുന്നുണ്ടല്ലേ, ഞാൻ അവിടുന്ന് പോകും. അതെ, എന്റെ ട്രൂപ്പിന്റെ ഫസ്റ്റ് പരിപാടിയാ. അലമ്പുണ്ടാക്കാതെ പോയങ്ങോട്ട്. അല്ല, അപ്പൊ ഈ ഫീമെയിൽ സിംഗർ എന്ന് പറയുമ്പം പെണ്ണിന്റെ ശബ്ദത്തിൽ പാടുന്ന ആള്, അതാണ് ഫീമെയിൽ സിംഗർ. അതല്ലെന്നീ, ഏത് ടൈപ്പ് പാട്ടാ പാടുന്നെന്ന്? ഞാൻ പ്രത്യേക ടൈപ്പ് പാട്ടാ പാടുന്നത്. അതെന്നാ? ഞാൻ പ്രത്യേക ടൈപ്പായും കൊണ്ട്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഈ സംഗീതത്തെ കുറിച്ച് എന്തറിയാം? പാട്ട് പാടും, ചീട്ടെടുക്കും, വർത്താനം പറയും. ആര്? സംഗീത ദത്ത. അല്ല, ചേട്ടന്റെ ഫുൾ നെയിം എന്താ? പാമ്പാടി രാജൻ. അതൊരു ആനയല്ലേ? ഉത്സവ കമ്മിറ്റിക്കാര് വരെ ഞങ്ങളെ എപ്പോഴും തെറ്റിപ്പോകാറുണ്ടെന്നേ. എഴുന്നള്ളിപ്പിനോട് എനിക്ക് എന്തുമാത്രം ഫോൺ കോളുകളാ വരുന്നറിയാം. ഞാൻ പോകത്തില്ല കേട്ടോ. അതെന്താ? ഈ തുമ്പിക്കൈയും കൊമ്പൊന്നുമില്ല, ഞാൻ ചെന്നിട്ട് എന്നെ കാണിക്കാനാ. വേറെ പാട്ടുകാരും ഇല്ലേ? വേറെ പാട്ടുകാരില്ലെന്നോ? എന്റെ സമിതിയെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ, ബൈ ദുബായ്. ദുബായിക്ക് പോയല്ലേ? അങ്ങനെയല്ലെന്ന്, നമ്മൾ അങ്ങനെ എന്തോ പറയല്ലേ. അത് തന്നെ. ഈ ട്രൂപ്പിന്റെ ഓണറും മെയിൻ സിംഗറും ഞാൻ തന്നെയാ. പേരും മാറ്റി വേഷവും മാറ്റി എല്ലാ പാട്ടും ഞാൻ തന്നെ പാടും. അവരൊക്കെ ഒരു സമയം എടുക്കുവോ? ചടങ്ങ് കഴിയാൻ ടൈം എടുക്കും. നിങ്ങൾ ഫ്രീ ആണല്ലേ? എനിക്ക് കുറച്ച് സവാള അരി തരുമോന്ന് അറിയാനാ. കാശ് തരാം. എത്ര തരും? 650. ചേട്ടാ, എന്നാ ഞാൻ പോയി അരിഞ്ഞെടുത്തിട്ട് വരട്ടെ. അതെങ്ങനെ ശരിയാ? നമുക്ക് പ്രാക്ടീസ് ചെയ്യണ്ടേ? ചേട്ടാ, ഞാൻ ഒരു 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് വരാവേ. അടുത്ത ആർക്ക് ഞാൻ സ്ഥിരമായിട്ടും വരാം. ലിസ്റ്റ് എങ്ങനെയാ? ലിസ്റ്റോ? ആദ്യത്തെ 10 ഗാനം ഞാൻ പാടും. 10 ഗാനം ഒരുമിച്ച് തൊണ്ടവേദന എടുക്കില്ലേ? അങ്ങനെയല്ലെന്ന്, ഈ ആദ്യം പാടുന്ന ദൈവത്തിന്റെ പാട്ടിൽ 10 ഗാനം. അത് തന്നെ. കൊച്ചതാ ഫസ്റ്റ് പാടുന്നേ? ഞാൻ തന്തക്കോണി. തന്തക്കോണിയോ? കേട്ടിട്ടില്ലേ? തന്തക്കോണി തെന്മലയോരം കണ്ടേ. അത് തങ്കത്തോണി. വേറെ ഏതാ പാടുന്നേ? കറുകോലടിക്കാം. വയല അടിക്കുവല്ലോ, നികത്തുമല്ലേ? പറഞ്ഞ പാട്ടിന്റെ കാര്യ പറഞ്ഞ കറുക വയൽ കുരുവി.
കൊള്ളാം കൊള്ളാം. കുറുവാലൻ ആ ബലേഫൻ ഇത് കലക്കും. തളർ വയറ്റിലയുണ്ടോ? എന്നാ ഉണ്ടോന്നാ? തളർ വയറ്റില. ആ വയറ്റിലല്ല, പാലാരി വട്ടം. കൊച്ചേ തളർ വയറ്റിലേന്ന് ഈ മുറുക്കുന്ന സാധനം. ഞാൻ മുറുക്കല്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തൂല്ല. അതെ, പുതിയതേതാ പാടുന്നേ? മുകളിലാണ് തിരടും. തുരളുമല്ല, തുടരും. ആ തിരടും. തു, തൂ, ടാ, താ, രും, രും, തുടരും. തുരടും. അയ്യോ, ഞാൻ വല്ലോം പയറും. പിന്നെയും തെറ്റിക്കുവാണല്ലോ. ഞാൻ വല്ലോം പറയുമെന്ന്. ഇതാ ഫുൾ പേയ്മെന്റ്. ചെറുക്കൻ നന്നോട്ടതാ. ആ ചെറുക്കൻ എന്തേ? അവരൊക്കെ റിസപ്ഷൻ കഴിഞ്ഞ് പോയി. റിസപ്ഷൻ കഴിഞ്ഞ് പോയോ? അയ്യോ, അതിനിവിടെ ആരും വന്നില്ലല്ലോ. അതിനെ ഫംഗ്ഷൻ ഇവിടെ അല്ലായിരുന്നു, അപ്പുറത്തെ ഹാളിലായിരുന്നു. ഫുഡൊക്കെ ഞങ്ങൾ അവിടെ കൊണ്ടേ കൊടുക്കുവായിരുന്നു. എന്നിട്ട് ഇത്ര കാശ് മുടക്കി ഈ കണ്ട സെറ്റപ്പ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്യുന്നതിനാ? അത് മനസ്സിലായില്ലേ? ഇല്ല. നിങ്ങൾ വഴിപാട് നടത്താതിരിക്കാനേ മനഃപൂർവ്വം വേറെ ഹാള് ബുക്ക് ചെയ്ത് മാറ്റം നിർത്തിയതാ. അയ്യോ, അപ്പൊ ഇത്ര കാശ് വെറുതെ പോയില്ലേ? അത് ഞാൻ ചോദിച്ചപ്പോഴേ ചെറുക്കന്റെ വീട്ടുകാരൻ പറയുവാ, കാശ് ഇന്ന് പോയാൽ നാളെ വരും, പക്ഷെ മാനം പോയാലേ തിരിച്ചു കിട്ടാൻ വലിയ പാടാണ്. അങ്ങനെയാണേലേ ഞാനും കൂടെ നാളെ മുതലേ നിങ്ങളോട് സവാള അരിയാൻ വന്നോട്ടെ. ഈ കോട്ടയം ബീഡ്സും വെച്ചോണ്ടോ? അതിനാണോ പാട്? ആ ബീഡ്സ് അങ്ങോട്ട് വെട്ടിയിട്ട് കോട്ടയം ബീൻസ് കാറ്ററിംഗ് സർവീസ് എന്നാക്കിയാ പോരെ? അയ്യോ, അപ്പൊ എന്റെ തളർ വയറ്റിലോ? അതാ വയറ്റിൽ ഹബ്ബി പോയിരുന്ന പാട്. അവിടെ ഒരു തളർ വയറ്റില്ല. കുഞ്ഞാറ്റയും ഉണ്ണിക്കുട്ടനും മാഷും ഗംഭീരമായിരുന്നു. മറ്റൊരു രസകരമായ സ്കിറ്റ് നമ്മൾ കണ്ടു. ഇത്തവണ എനിക്ക് തോന്നുന്നു കുഞ്ഞാറ്റയും ഉണ്ണിക്കുട്ടും സ്കോർ ചെയ്തു. സത്യം. അല്ല കുഞ്ഞാറ്റെ, ബാഗിന്റെ തന്നെ അവിടെ ഇരിക്കുന്ന അപ്പനും അമ്മൂമ്മമാർക്ക് ഞങ്ങൾ കൊണ്ടുവന്ന മുട്ടായ. ഓടിക്കൊണ്ട് കൊടുത്തു. ആഹാ, അവർക്ക് ഒരുപാട് സന്തോഷമായി കാണും. So cute. അകലിലെ പൊൻവെയിലെ താളമിടാം. മനസ്സിൽ വന്നിരുന്നിനി പൂങ്കുയിലെ പാട്. പെണ്ണലിട്ടൊരുയരാടി മഞ്ഞുതുള്ളികൾ കാത്തിരുന്ന കൂട്ടുമായി ചാരയാടിതാ. How sweet. എല്ലാവർക്കും മുട്ടായി കൊടുത്തോ? താങ്ക് യു. നിങ്ങക്ക് സന്തോഷായോ? എല്ലാരും ആർക്കും ഒരു ഉമ്മ കൊടുക്കുവായിരുന്നല്ലോ പിള്ളേർക്ക്. ഞങ്ങൾക്ക് മുത്ത അച്ചടാ. മടിയെ വെച്ച് താലോലിച്ചാ കൊള്ളാവുന്നുണ്ട്. ആണോ? ഞാൻ ഇത് കഴിച്ചിട്ട് വിട്ടു തരാം. അത് തരണം ഇപ്പൊ തന്നെ. അല്ല, അമ്മ ഇങ്ങോട്ട് വായോ. അയ്യോടാ. Wow. അയ്യോടാ. Oh my God. അയ്യോ, വാരി വാരി ഉമ്മ കൊടുക്കുവാന്നോ? ബായോ ബായോ ബായോ. അമ്മ പേരെന്നാ? അമ്മേ മണിയമ്മ. മണിയമ്മ. ആ. എവിടെയാ സ്ഥലം? കോട്ടയം ആന്നോ? കോട്ടയം. ഇവിടെ മുത്തച്ഛനോട് ചോദിക്കട്ടെ, പിള്ളേരുടെ അമ്മ വന്നു എന്നറിഞ്ഞല്ലോ. ആ അമ്മ വന്നു. ഉം. ഇപ്പം തിരിച്ചു പോയിട്ട് ഒരാഴ്ചയായി. അയർലൻഡിലേക്കാണ് അല്ലേ? എന്നിട്ട് നമ്മള് സ്കിറ്റൊക്കെ കാണാറുണ്ടോ? കിറ്റ് കാണാറുണ്ട്. എന്നാ പറഞ്ഞു വന്നിട്ട്? ആ അത് എപ്പോഴും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. ആ. പിന്നെ എത്ര നാളിപ്പം കൊച്ചുമക്കൾ ഞങ്ങളൂടെ കാണും എന്നുള്ള കാര്യത്തില് സങ്കടം. ഒരു സംശയം. കാരണം ഈ അവള് മോളെ പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുപോവാ. ഇവളൊക്കെ ഉണ്ടായ സമയം പോലും നമ്മുടെ കൂടെ ആയിരുന്നു. രണ്ടുപേരും ഇവിടെ ഞങ്ങളോട് ഒന്ന് സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, ഞങ്ങളുടെ കൂടെ തന്നെ കിടക്കും, എല്ലാം ഞങ്ങളുടെ കൂടെ. അപ്പം അടുത്ത വർഷം മിക്കവാറും സ്കൂൾ ഓപ്പണിങ്ങിന് മുമ്പായിട്ട് ഇവർ രണ്ടുപേരെ അയർലൻഡിൽ കൊണ്ടുപോകും. അപ്പം ഇനിയിപ്പം ഇവർ പോയി കഴിയുമ്പം പിന്നെ ഞങ്ങളുടെ കാര്യം എന്താവും? അല്ല, ഇനിയൊരു വേദി എനിക്ക് കിട്ടുമെന്നോ ഇങ്ങനെയുള്ള വേദികളൊന്നും കിട്ടുമെന്നോ ഉറപ്പില്ല. എന്തായാലും ഞങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാണ് മക്കൾ രണ്ടും. ഇതിൻ്റെ ഇളയത് ഒരെണ്ണം കൂടെ ഉണ്ട്, 2 വയസ്സേ ഉള്ളൂ. അവളെപ്പോഴും ഇപ്പം വിളിച്ചാൽ അന്നേരം ഫോൺ എന്നെയാണ് പപ്പയെന്ന് വിളിക്കുന്നത്. പപ്പയേ എന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. പിന്നെ 3 പേരോട് പോയി കഴിയുമ്പം അപ്പോഴേട്ട് പോകല്ലേ കേട്ടോ മക്കളെ.
അല്ല അവരവരുടെ പേരൻസിൻ്റെ കൂടെ പോകണ്ടേ. ഈ ഒരു സിറ്റുവേഷൻ അല്ലേ ഭയങ്കര ഹാർഡ് സിറ്റുവേഷൻ. ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ അത്രയും നാൾ നിന്നിട്ട് അവർക്ക് ആ ഫാമിലി മിസ് ചെയ്യാൻ പറ്റില്ല, ഈ ഫാമിലി മിസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മൊമെന്റ് അല്ലേ? അല്ല ഇവള് പോകുന്നില്ലെന്നാ പറയുന്നത്. അയ്യോടാ, ഞങ്ങൾ വിട്ട് പോകുന്നില്ലെന്ന് ഇവള് പറയുന്നത്. ആണോ കുഞ്ഞാറ്റേ? ഇവിടെ തന്നെ നിക്കോ? അപ്പൊ ചെലപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമാണല്ലോ. എന്താ മിസ് ചെയ്യാ? പപ്പേനെ മമ്മീനെ. കണ്ണീർ മേഘങ്ങൾ ഇടനെഞ്ചം മൂടുന്നുവോ, തങ്കച്ചിരിയോലും വെയിലെങ്ങോ മായുന്നുവോ, വിങ്ങും മൗനത്തിൻ അലയാഴി തീരങ്ങളിൽ ഒന്നായി ചേർന്നേ പോം ഹൃദയങ്ങൾ അകലുന്നുവോ, മൂടിക്കാത്തിട്ടും മായാ നേരെന്നോ തീരാ നോവായി തീരും നീ നേരങ്ങളിൽ, മിണ്ടാനാരും ചാരത്തില്ലാതെ ഒറ്റയ്ക്കാവുന്നു പൊന്നോണ പൂത്തുമ്പികൾ. പപ്പയ്ക്ക് വേണമെങ്കിൽ അയർലൻഡിൽ പോവാം, മമ്മിക്കും പപ്പയ്ക്കും അവിടെ പോവാം അല്ലേ? കൊച്ചു മനസ്സ് വിഷമിക്കാ. നെഞ്ചാഴത്തിൽ ആറാത്ത കരയണ്ടോ? അവിടെ മമ്മി എന്തിനാ? മമ്മീനെ കാണണ്ടേ? മമ്മി അവിടെ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ അല്ലേ? അല്ലേ? ഇപ്പൊ ഞങ്ങളും മിസ് ചെയ്യുമല്ലോ കുഞ്ഞാച്ചന്. പക്ഷെ അവിടെ ചെന്നിട്ട് നമുക്ക് ഹായ് ഒക്കെ പറഞ്ഞ ഇടയ്ക്ക് ഇവിടെയൊക്കെ വരുമല്ലോ സ്കിറ്റ് ഒക്കെ ചെയ്യാൻ. വരും. പെട്ടെന്ന് പോകണ്ടെന്നേ, കുറച്ച് കഴിഞ്ഞ് വല്ല അമ്മേനോട് വിളിച്ച് പറ കേട്ടോ. നല്ലതിന് വേണ്ടി തന്നെ അല്ലേ? നമ്മളവിടെ പോയി പഠിച്ച് വലിയ കുട്ടിയായിട്ട് തിരിച്ച് സിനിമയൊക്കെ ചെയ്യാനായിരിക്കും വരുന്നേ. അവിടെയും വലിയ ചാറാവും. അതെ, രണ്ടുപേരും. അതെ. ഇനി ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ വരണം. എന്തിനാന്നറിയോ? ആ വിസിറ്റിൽ ഇവിടെ വന്ന് സ്കിറ്റ് ചെയ്യണം അല്ലേ? അല്ലേ നോബി ചേട്ടാ? ഇടയ്ക്ക് ഞങ്ങളെയൊക്കെ കാണാം. സ്നേഹക്കൂട്ടിലും കൂടെ എല്ലാവരും കൂടെ വരണം. തീർച്ചയായിട്ടും വരാം. നമ്മളുടെ തറവാടല്ലാതെ വീട്ടില് മുതിർന്ന ആൾക്കാരുടെ അനുഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞാലേ അത് വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇതൊക്കെ കാണുമ്പോ ഭയങ്കര ഒരു ഹെവി. ഈ ഒരു സ്നേഹം തന്നെ ഭയങ്കര പ്യുവർ ആണെന്ന് ഫീൽ ഈ ഒരു കാലഘട്ടത്തിൽ. പിന്നെ അപ്പൊ ഇന്നത്തെ ഈ പെർഫോമൻസിന് എത്രത്തോളം കിട്ടിയെന്ന് അറിയണ്ടേ? 50,000 അടിക്കുവോ? നമ്മുടെ ഓണം മെഗാ ചാർജിന്റെ അതെ, ഒരു എൻട്രി ടിക്കറ്റ് ഇവർക്ക് ലഭിക്കുമോ നോക്കാം. എത്രയാണ് ഇന്നത്തെ സ്കിറ്റിന് കിട്ടിയെന്ന് നമുക്ക് അതേ കാണാം. പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ എന്നാ സംഭവം മനസ്സിലായോ? അവർക്ക് 12,000 rupees 12,000 രൂപയും കൊണ്ട് പോവാ. നമുക്കിതുപോലെ ഒരു പരിപാടി ഇവിടെ സെറ്റ് ആക്കണ്ടേ? സ്കിറ്റ് കളിക്കോ? അപ്പൊ എന്നെ അല്ല, എനിക്ക് പറ്റിയ ഒരാളാ കേട്ടോ. ശരി, അപ്പൊ എന്തായാലും ടീച്ചേഴ്സിനോ? പിന്നെ നമ്മളെല്ലാരും ഹായ് പറയാം. നമുക്ക് ഇവരുടെ ടീച്ചേഴ്സിനൊക്കെ ഒരു ഹായ് പറയാം. പ്രിൻസിപ്പലിനും പിന്നെ സ്കൂളിന്റെ പേര് പറയടാ. ടോണി പബ്ലിക് സ്കൂൾ ചേപ്പമ്പാറ. ക്ലൂണി പബ്ലിക് സ്കൂൾ ചേപ്പമ്പാറ. അവിടെയുള്ള പ്രിൻസിപ്പലിനും ടീച്ചേഴ്സിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും കൂട്ടുകാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ വക സന്തോഷായില്ലേ? ഹായ് മാത്രം മതിയോ? പൈസ വേണ്ടേ നമുക്കിനി? ആ പൈസ കൂടെ നമുക്ക് കൈയോട് കൊടുത്ത് ഡാൻസ് കളിച്ചിട്ട് പോകാം. പൈസ തന്നോ ചേച്ചി? ആൻഡ് ഇതാ പൈസ ക്രെഡിറ്റ് ആയി. ഇനി ചെറിയൊരു മ്യൂസിക് തരുവാണെങ്കിൽ നമ്മൾ ഡാൻസ്. പട്ടുനൂലിനാൽ കെട്ടിയിട്ട പെണ്ണേ, ആറ്റുവക്കിലെ ആറ്റുവഞ്ചിപ്പോൾ പൂത്തുലഞ്ഞതന്തേ, കൊച്ചു പിച്ചക പൂങ്കിനാക്കളെ കട്ടെടുത്ത കണ്ണേ, ആളൊഴിഞ്ഞൊരി അന്തി നേരത്ത് കാത്തു നിന്നതന്തേ.